നമസ്തേ. നമ്മൾ ടൈം ആൻഡ് വർക്കിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ ടൈം ആൻഡ് വർക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ടൈം ആൻഡ് വർക്കിലെ ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കാൻ. ടൈം ആൻഡ് വർക്ക് പാർട്ട് 13 പാർട്ട് 13 മോഡൽ ജി. ഇന്ന് നമ്മളൊരു പുതിയ മോഡലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ബേസ്ഡ് ഓൺ ചെയിൻ റൂൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ നിയമം അനുസരിച്ച് നമ്മളിന്ന് അതിൽ വരുന്ന കണക്കുകൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കുറേ ആളുകൾ ഒരു പ്രത്യേക ജോലി കുറേ ദിവസങ്ങൾ കൊണ്ട് ഒരു ദിവസം ഇത്ര മണിക്കൂർ വെച്ചുകൊണ്ട് ഇത്ര ജോലി ചെയ്ത് തീർക്കുന്നു. അതുപോലെ തന്നെ വേറെ കുറേ ആളുകൾ വേറെ കുറേ ജോലി വേറെ കുറച്ച് ദിവസം കൂടിയിട്ടോ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ ഓരോ ദിവസം ഇത്ര മണിക്കൂർ വീതം ചെയ്ത് തീർക്കുന്നു. അപ്പോൾ മൊത്തം നമുക്ക് 8 വേരിയബിളാണ് വരുന്നത്. ആദ്യത്തെ വർക്ക്, അതുപോലെ തന്നെ ആദ്യത്തെ പേഴ്സൺസ്, നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലേബറേഴ്സ്, ഡേയ്സ്, ടൈം. അതായത് ഒരു ദിവസം ചെയ്യുന്ന പെർ ഡേ വർക്ക്, ഒരു ദിവസം എത്ര മണിക്കൂർ നേരം ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത് വർക്ക് ഒന്നുകിൽ സെയിം വർക്കാകാം, പിന്നെ പേഴ്സൺസ്, രണ്ടാമത്തെ കണ്ടീഷനിലുള്ള പേഴ്സൺസ്, അതുപോലെ തന്നെ ഡേയ്സ്, അതുപോലെ തന്നെ പെർ ഡേ വർക്ക്. അങ്ങനെ മൊത്തം 8 വേരിയബിൾ ഉണ്ടാകാം. ഈ 8 വേരിയബിളിൽ 7 എണ്ണം തന്നു കഴിഞ്ഞാൽ 8ാമത്തെ വേരിയബിൾ എങ്ങനെ കാണാനായിട്ട് സാധിക്കും? ഒന്നുകിൽ എത്ര ആളുകൾ വേണമെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എത്ര ദിവസം വേണം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്താലാണ് ഈ ജോലി തീരുക എന്ന് ചോദിക്കാം. ചില കണക്കുകളിൽ ചിലപ്പോൾ ദിവസം മാത്രമേ പറയത്തുള്ളൂ, ഹവേഴ്സ് പറയത്തില്ല. പിന്നെ വർക്ക്, ചില കണക്കുകളിൽ വർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് സെയിം ആയി കഴിഞ്ഞാൽ 6 വേരിയബിളേ വരത്തുള്ളൂ. അതിൽ 5 എണ്ണം തന്നിട്ടുണ്ടായിരിക്കും, 6ാമത്തെ വേരിയബിൾ കാണണം. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ എന്താണ് വർക്ക്? വാട്ട് ഈസ് വർക്ക്? എന്താണ് വർക്ക്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുറേ ആളുകൾ ജോലി ചെയ്യുന്നു. കുറേ ദിവസങ്ങൾ എടുത്തിട്ട് ഒരു ദിവസം ഇത്ര മണിക്കൂർ വീതം ജോലി ചെയ്ത് അതിൻ്റെ ആകെത്തുകയാണ് വർക്ക്. അപ്പോൾ വർക്കിനെ നമുക്ക് W എന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ P ഇൻറ്റു D ഇൻറ്റു H എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ PDH. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് പെർ ഡേ. ഒരു ദിവസം ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു. ഇനി ഈ ചില കണക്കുകളിൽ ഞാൻ പറഞ്ഞു വർക്ക് രണ്ടിലും 2 സ്റ്റേറ്റ്മെൻറ്റിലും തുല്യമായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യത്തെ വർക്കിനെ W1 എന്ന് പറയാം, രണ്ടാമത്തെ വർക്കിനെ W2 എന്ന് പറയാം. അപ്പോൾ W1 ഈസ് ഈക്വൽ ടു W2. ഇനി വേറൊരു നിലയ്ക്ക് പറയാണ് ട്വൈസ് ദ വർക്ക് എന്ന് പറയാണ്, ഇരട്ടി വർക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? W1 ഈസ് ഈക്വൽ ടു 2W2. അല്ലെങ്കിൽ 1/3 വർക്ക് എന്ന് പറയാണ്. അപ്പോൾ W1 ഈസ് ഈക്വൽ ടു 1/3W2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന കണക്കുകൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിലെ പ്രോബ്ലത്തിൽ വരുന്നതെന്ന് നോക്കാം. പ്രോബ്ലത്തിൽ ആദ്യത്തെ ഇപ്പോൾ 2 വർക്കുകൾ. അപ്പോൾ വർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർക്ക് എന്ന് പറഞ്ഞാൽ W ഈസ് ഈക്വൽ ടു P ഇൻറ്റു D ഇൻറ്റു H, PDH. അതാണ് വർക്ക്. ഇനി 2 വർക്കുകൾ വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടുത്തി എഴുതാനായിട്ട് സാധിക്കുക? W1 ഡിവൈഡഡ് ബൈ W2 ഈസ് ഈക്വൽ ടു ആദ്യത്തെ വർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അതിന് നമുക്ക് P1 ഇൻറ്റു D1 ഇൻറ്റു
H1 എന്നെഴുതാം. ഡിവൈഡഡ് ബൈ P2 ഇൻറ്റു D2 ഇൻറ്റു H2. അപ്പോൾ W1 എന്ന് പറയുന്നത് എല്ലാറ്റിലും 1 കൊടുക്കുക. ആദ്യത്തെ വർക്ക്, അപ്പോൾ ആദ്യം പറയുന്ന ആളുകൾ, ആദ്യം പറയുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ആദ്യം ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തേല് രണ്ടാമത് പറയുന്ന വർക്ക്, രണ്ടാമത് പറയുന്ന ആളുകൾ, എത്ര ജോലിക്കാരുണ്ട്, അവരെത്ര ദിവസം ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര മണിക്കൂർ, ഒരു ദിവസം എത്ര മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു എന്നതിനെ ആസ്പദമാക്കി ഇങ്ങനെ നമുക്കൊരു റേഷ്യോ എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടിലെയും വർക്ക് തുല്യമായാൽ എന്താ എഴുതുക? W1 = W2. അപ്പോൾ ഇത് മാത്രം മതി. വർക്ക് തുല്യമായി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ രണ്ട് വർക്കിനെയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തി എഴുതുക? P1 D1 H1 ഡിവൈഡഡ് ബൈ P2 D2 H2. ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കണക്കുകളിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ബേസ്ഡ് ഓൺ ചെയിൻ റൂൾ. ഈ നിയമത്തിനെയാണ് നമ്മൾ ചെയിൻ റൂൾ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇതനുസരിച്ച് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ എളുപ്പം നമുക്ക് ചെയ്യാം എന്ന് കാണാം. ആദ്യത്തെ കണക്ക് എന്താണ്? ആദ്യത്തെ കണക്ക് നമുക്ക് 40ാമത്തെ കണക്കാണ്. ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. ഇഫ് 12 carpenters working 6 hours per day can make 460 chairs in 240 days. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിയാണ്. അതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? 12 carpenters എന്ന് പറഞ്ഞാൽ P1 തന്നിട്ടുണ്ട്. പിന്നെ എത്ര ദിവസമാണ് ജോലി ചെയ്യുന്നത്? 240 ദിവസം, 240 days. ഒരു ദിവസം പെർ ഡേ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്? 6 hours ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയറാണ് വർക്ക്. അവർ 460 ചെയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിൽ നമുക്ക് 4 വേരിയബിളും കിട്ടി. അടുത്തത്, ദെൻ ദ നമ്പർ ഓഫ് ചെയേഴ്സ് മെയ്ഡ് ബൈ 18 carpenters in 360 days, each working 8 hours per day. അവിടെ നമ്പർ ഓഫ് ചെയേഴ്സ്, അപ്പോൾ W2 കാണണം. അവിടെ P2 തന്നിട്ടുണ്ട്, 18 carpenters എന്ന് പറഞ്ഞിട്ടുണ്ട്. D2 തന്നിട്ടുണ്ട്, 360 ദിവസം തന്നിട്ടുണ്ട്. ആൻഡ് വർക്കിംഗ് 8 hours per day. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് രണ്ടും കൂടെ W1 ഡിവൈഡഡ് ബൈ W2 ഈസ് ഈക്വൽ ടു, ഈ ഫോർമുല ആദ്യം എഴുതി വയ്ക്കുക. ആദ്യത്തെ കണക്കിൽ മാത്രമാണ് ഇത് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ P2 ഇൻറ്റു D2 ഇൻറ്റു H2. ഈ ഫോർമുലയിൽ ഇതിൻ്റെ വിലകൾ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്തൊക്കെയാണ് വിലകൾ നോക്കിക്കേ. വിലകൾ എങ്ങനെയാണ്? ഒന്നാമതായിട്ട് W1 വർക്ക്, ആദ്യത്തെ വർക്ക് എത്രയാണ്? 460 അല്ലേ? ഇവിടെ W2 കാണണം. ശരി. പിന്നെ ആദ്യം എത്ര പേരാണ്? P1 എത്രയാണ്? 12 പേര് 240 ദിവസം വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം 6 മണിക്കൂർ വീതം. ഇനി ഇവിടെയോ 18 പേര് ഇൻറ്റു 360 ദിവസം ഇൻറ്റു 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ 0 വെട്ടി 1 6 6 36 6 4 24. ഓക്കെ. ഇനി 1 4 4 2 4 8. ഇനി ഇത് വരുന്നുണ്ട് 2 6 അല്ലേ? അപ്പോൾ ഇനി ഇത് 6 3 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 6 3 18 അല്ലേ? അപ്പോൾ എന്ത് വരും? W2 ഈസ് ഈക്വൽ ടു 460 ഇൻറ്റു 3 3 0 3 0 0 6 3 18, ബാക്കി 1 4 3 12 13. അതായത് 1380 ചെയേഴ്സ് അവരുണ്ടാക്കും എന്നാണ് പറയുന്നത് ഈ കണ്ടീഷൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ W2 കണ്ടു. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 വേരിയബിൾ ഉണ്ട്. ആ 8 വേരിയബിളിൽ നമുക്ക് എത്ര ഈ കണ്ടീഷൻ പ്രകാരം എത്ര ചെയേഴ്സ് അവർ, ഇത്ര ആളുകൾ 18 ആളുകൾ 360 ദിവസം, ഒരു ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ചെയർ ഉണ്ടാക്കും? എങ്ങനെയാണെങ്കിൽ 12 ആളുകൾ 240 ദിവസം, ഒരു ദിവസം 6 മണിക്കൂർ വീതം ജോലി ചെയ്ത് 460 ചെയർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 18 ആളുകൾ 360 ദിവസം ജോലി ചെയ്ത് ഒരു ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ചെയർ ഉണ്ടാക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. എന്താണ് ആൻസർ? എത്രയാണ്? 1380 ചെയർ. നമുക്ക് അടുത്ത കണക്കിലേക്ക് നോക്കാം. അടുത്ത കണക്ക് എത്രയാണ്? 41ാമത്തെ കണക്ക്. എന്താണ് 41ാമത്തെ കണക്ക്? ബോർഡിലേക്ക് നോക്കിക്കേ. 41ാമത്തെ കണക്ക് എന്താണെന്ന് നോക്കിയേ, ബോർഡിൽ നോക്കി.
അതായത് ഇഫ് പി മെൻ വർക്കിംഗ് പി അവേഴ്സ് പെർ ഡേ for p days to produce p units of work, then the units of work produced by n men working n hours per day for n days. ഇവിടെ എന്താണ് പറയുന്നത്? ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ചതാണ്. ഇവിടെ പറയുന്നത് ഇവിടെ പി മെൻ എന്ന് പറഞ്ഞാൽ പി മെൻ വർക്കിംഗ് ഫോർ പി ഡേയ്സ് പെർ ഡേ പി അവേഴ്സ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ പി യൂണിറ്റ് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് അപ്പോൾ ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ, ഇത് W1 ആണ്, W2 കാണണം. അപ്പോൾ ഇവിടെ എന്താണ്? എന്നാൽ n ജോലിക്കാര് n ദിവസം n അവേഴ്സ് വെച്ച് ജോലി ചെയ്താൽ എത്ര വർക്ക്, അതായത് എത്ര യൂണിറ്റ്സ് വർക്ക് ചെയ്യും? ഇവിടെ ഒന്നുമില്ല, നമ്മൾ ഇതേ ഫോർമുല തന്നെ. ഇവിടെ എന്താ പറയുന്നത്? പി യൂണിറ്റ് ഓഫ് വർക്ക്. അപ്പോൾ W1 P. എത്ര ആൾക്കാരുണ്ട്? P നമ്പർ ഓഫ് പേഴ്സൺസ്. എത്ര ദിവസം വർക്ക് ചെയ്യുന്നു? P ദിവസം വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്നു? P മണിക്കൂർ വെച്ച് ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ n ആളുകൾ n ദിവസം, ഒരു ദിവസം n മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ എന്തുമാത്രം യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ പിയും വെട്ടി ചെറുതാക്കാം. അപ്പോൾ W2 ആണ് നമുക്ക് കാണേണ്ടത്. W2 ഇൻറ്റു പി സ്ക്വയർ അല്ലേ? ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. പി സ്ക്വയർ ഈസ് ഇക്വൽ ടു n ക്യൂബ് എന്ന് കിട്ടും. n ഇൻറ്റു n ശരിയല്ലേ പറഞ്ഞത്? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ പിയും വെട്ടിപ്പോയി. അപ്പോൾ W2 ഇൻറ്റു പി സ്ക്വയർ ഈസ് ഇക്വൽ ടു n ക്യൂബ്. അപ്പോൾ W2 ആണ് നമ്മുടെ യൂണിറ്റ് ഓഫ് വർക്ക്. W2 ഈസ് ഇക്വൽ ടു n ക്യൂബ് ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം എന്താണ്? n ക്യൂബ് ഡിവൈഡഡ് ബൈ പി സ്ക്വയർ. ഒന്നുമില്ല, നമ്മൾ ഇതേ ഫോർമുലയിലെ ആ കാര്യങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതായത് നമ്മൾ സംഖ്യകൾക്ക് പകരം പി എന്ന് പറഞ്ഞു. അതായത് പി യൂണിറ്റ് ഓഫ് വർക്ക്, പി ആളുകൾ പി ദിവസം കൊണ്ട് ഒരു ദിവസം പി അവേഴ്സ് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവർ എത്ര യൂണിറ്റ് വർക്ക് ഉൽപ്പാദിപ്പിക്കും? എപ്പോഴും n വർക്കേഴ്സ് n ദിവസം കൊണ്ട് n അവേഴ്സ് ചെയ്താൽ. അടുത്ത 42ാമത്തെ കണക്ക് നോക്കാം. 42ാമത്തെ കണക്ക് എന്താണ്? ഒന്ന് നോക്കിക്കുകയും ബോർഡിൽ 42. ഇഫ് വർക്കിംഗ് 7 hours എ ഡേ. എന്താണ്? 7 hours എ ഡേ, അതായത് ഒരു ദിവസം 7 മണിക്കൂർ ജോലി ചെയ്യുന്നു. ഇഫ് വർക്കിംഗ് 7 hours എ ഡേ, 18 persons can complete a certain work in 32 days. In how many days would 14 persons complete the same work working 8 hours a day? ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ വർക്ക് എങ്ങനെയാണ്? എന്താണ് പറയുന്നത്? 7 മണിക്കൂർ വീതം 18 ദിവസം, അല്ലെങ്കിൽ 7 മണിക്കൂർ എ ഡേ 18 പേഴ്സൺസ് 32 ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു ഒരു ജോലി. അപ്പോൾ എത്ര ആളുകളാണ്? 18 ആളുകൾ 32 ദിവസം, ഒരു ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്ത് ഒരു ജോലി ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ്, ഇവിടെ 18 ആളുകൾക്ക് പകരം 14 ആളുകൾ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 8 hours എ ഡേ. അപ്പോൾ ഇവിടെ വർക്ക് ഈസ് ദ സെയിം അല്ലേ? അതേ വർക്ക് ഇത്ര ആളുകൾ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമുക്ക് 8 വേരിയബിളിൽ 7 വേരിയബിൾ കിട്ടി. ഇവിടെ നമുക്ക് ആകെ മൊത്തം 6 വേരിയബിളേ ഉള്ളൂ. കാരണം ഇഫ് വർക്ക് ഈസ് ദ സെയിം, W1 ഈസ് ഈക്വൽ ടു W2. അപ്പോൾ W1 ഡിവൈഡഡ് ബൈ W2 എന്ന് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് എഴുതിയാൽ മതി? P1 D1 H1 ഡിവൈഡഡ് ബൈ P2 D2 H2. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് എന്ന് പറഞ്ഞാൽ D2 കാണണം. അപ്പം D2 എന്താണ്? D2 ഈസ് ഈക്വൽ ടു ഇതിന് കൊടുക്കാം. P1 എന്താ പറയുന്നത്? എത്ര ആളുകളാണ്? 18 പേഴ്സൺസ്. എത്ര ദിവസം? 32 ദിവസം അല്ലേ? ഇൻറ്റു ഒരു ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. ഇപ്പം ആയില്ലേ? P1 18 ആളുകൾ അല്ലേ? 18 ആളുകൾ പിന്നെ 32 ദിവസം, ഒരു ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. എന്നാൽ
ഇനി എത്രയാണ് പറയുന്നത്? 14% 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം എടുക്കും? അതാണ് D2. അപ്പോൾ D2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇത് നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ ഇവിടെ 2 അല്ലേ? ഇവിടെ എത്ര വരും? 16 2 32. 8ഉം 16ഉം 2. നമുക്ക് എത്ര കിട്ടി? 36 ദിവസം. അപ്പോൾ ഇവിടെ മൊത്തം എന്താ ഉള്ളത്? 18 ഗുണം 2 അല്ലേ? വെട്ടി ചെറുതാക്കുമ്പോൾ 18ഉം 2 മാത്രമേ മുകളിലുള്ളൂ. അപ്പോൾ നമുക്ക് 36 ദിവസം എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇനി ചില കണക്കിൽ നമ്മൾ ഹവേഴ്സ് പറയില്ല, ചില കണക്കിൽ അവേഴ്സില്ലെങ്കിൽ അപ്പോൾ 2 ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ W1 നും W2 സെയിമാണ്. സെയിം വർക്ക് ചെയ്ത് തീർക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് W1 വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ W1 ഈസ് ഈക്വൽ ടു W2. അപ്പോൾ അതുകൊണ്ട് അത് എഴുതണ്ട. അപ്പോൾ നമുക്ക് എന്താണ്? P1 D1 H1 ഡിവൈഡഡ് ബൈ P2 D2 H2. അതിൽ കാണേണ്ടത് എത്ര ദിവസം കൊണ്ട് എന്നാണ് ചോദ്യം. ഇത് മനസ്സിലായി കാണുന്ന വിചാരിക്കും, വളരെ സിമ്പിളാണ്, ഇതങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ D2നെ ഇങ്ങോട്ടേക്ക് എടുത്തു. D2നെ എടുക്കുമ്പോൾ എന്ത് വരും? P1 D1 H1 ഡിവൈഡഡ് ബൈ P2 H2. അതായത് D2നെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ 18 ആളുകൾ 32 ദിവസം കൊണ്ട് ഒരു ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതേ ജോലി, അതായത് വർക്ക് ഈസ് ദ സെയിം, അതേ ജോലി 14 ആളുകൾ ഒരു ദിവസം 8 മണിക്കൂർ വീതം വെച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീരുന്നാണ് പറയുന്നത്. അതായത് D2 കാണണം. അപ്പോൾ D2നെ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ 18 ഗുണം 32 × 7 ഡിവൈഡഡ് ബൈ 14 × 8 വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് 36 ദിവസം കൊണ്ട് ഇവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും എന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സാധാരണ പറയുന്ന മാതിരി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.